വൈദ്യുതി പ്രതിസന്ധിയിൽ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയാണ് തിരുവനന്തപുരത്ത്. ജിബിൻ ജെബി വാർത്തയുമായി നമുക്കൊപ്പം ചേരും. ലോഡ് ഷെഡിംഗ് അഥവാ പവർ കട്ട് വേണ്ടി വരുമോ, എന്താണ് ഇവർ ചർച്ച ചെയ്യുന്നത്? ഈ വേനൽമഴ വന്നതുകൊണ്ട് എന്തെങ്കിലും ആശ്വാസമുണ്ടോ തീരുമാനത്തിൽ? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വൈദ്യുതി മന്ത്രിയും റെഗുലേറ്ററി കമ്മീഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് മസ്കറ്റ് ഹോട്ടലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ KCBയും അതുപോലെ റെഗുലേറ്ററി കമ്മീഷനുമായി തർക്കം നിലനിൽക്കുകയായിരുന്നു. കാരണം സംസ്ഥാനത്ത് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റീഷൻ KCB സമർപ്പിച്ചത് ഈ മാസം 8-ാം തീയതിയാണ്. പക്ഷേ ആ പെറ്റീഷൻ സമർപ്പിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം 8-ാം തീയതി പെറ്റീഷൻ സമർപ്പിക്കുന്നു, പക്ഷേ 24-ാം തീയതിയാണ് അതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് വിളിക്കുന്നത്. ഒടുവിൽ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അതൊരു ചർച്ച ചെയ്തതിനു ശേഷമാണ് 26-ാം തീയതിയോടുകൂടി വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തേക്ക് ഈ വൈദ്യുതി എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം നഷ്ടമാവുകയും ചെയ്തിരുന്നു. കാരണം 18-ാം തീയതിയോടുകൂടി തന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്നാണ് KCBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിലുള്ള ഒരു തർക്കം രൂക്ഷമാവുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ്, അതായത് കൃത്യസമയത്ത് KCBയുടെയും റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു വൈദ്യുതി പ്രതിസന്ധി നിലവിലുണ്ടായിരിക്കുന്നത്. നിലവിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് 200 മെഗാവാട്ടാണ്. അതാണ് ഇപ്പോൾ കൂടംകുളത്ത് നിന്ന് വാങ്ങാൻ വേണ്ടി തീരുമാനമാവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ ഈ മാസം 8-ാം തീയതി തന്നെ റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കൃത്യസമയത്ത് ഇപ്പോൾ KCBയുടെയും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു, ഈ ലോഡ് ഷെഡിംഗിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.